പ്രിയ ഭക്തരെ, ചിന്തകളാണ് ജീവിതത്തിൻ്റെ അടിത്തറ. അതിനാൽ ഭക്തരെല്ലാവരും നല്ലതു മാത്രം ചിന്തിക്കുക. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നതായിരിക്കും. നിങ്ങളുടെ പിന്നിൽ നിന്ന് സംസാരിക്കുന്നവരെ അവഗണിക്കുക. അവർ എപ്പോഴും നിങ്ങളുടെ പിറകിലാണ്. ചിലർ നിങ്ങളെ മുറിവേൽപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് വേദനിക്കില്ല. എന്നാൽ അവർ അതിനെ ന്യായീകരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഒരുപാട് വേദനിക്കുന്നത്. ഭക്തരെ, വിജയത്തിൻ്റെ പാത ഒരിക്കലും പൂക്കൾ വിരിച്ചതല്ല, മുള്ളുകൾ നിറഞ്ഞതാണ്. തേനീച്ചയുടെ കുത്ത് ഏൽക്കാതെ തേനെടുക്കാൻ കഴിയില്ല എന്നതുപോലെ പ്രയാസങ്ങളെ മറികടക്കാതെ ലക്ഷ്യത്തിലെത്താനാവില്ല. നിങ്ങൾ ചെയ്ത 100 നല്ല കാര്യങ്ങൾ മറ്റുള്ളവർക്ക് മറക്കാൻ നിങ്ങൾ ചെയ്യുന്ന ഒരു തെറ്റ് മാത്രം മതി. അതിനാൽ നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും സൂക്ഷിച്ച് ചെയ്യുക. സ്വന്തം മനസ്സിൻ്റെ മനോഭാവം അനുസരിച്ചായിരിക്കും കാണുന്ന കാഴ്ചകളുടെ ഭംഗി. നിങ്ങളുടെ ലോകം നിങ്ങൾ സ്വയം കണ്ടെത്തുക എന്നുള്ളതാണ് നിങ്ങളുടെ കർമ്മം. നിങ്ങൾ തീവ്രമായി ആഗ്രഹിച്ചാൽ പ്രതിബന്ധങ്ങൾ പോലും അവസരങ്ങളായി മാറും. ഭക്തരെ, ആളുകൾ പ്രധാനമായും മറ്റുള്ളവരെ തരം താഴ്ത്തുന്നത് അസൂയ കൊണ്ടും അപകർഷതാ ബോധം കൊണ്ടും നിങ്ങൾ അവരെക്കാൾ മെച്ചപ്പെട്ട അവസ്ഥയിലാണെന്നുള്ളതും കൊണ്ടാണ് തരം താഴ്ത്തലുകൾ നടക്കുന്നത്. ജീവിതത്തിൽ നിങ്ങളെ തളർത്താൻ ശ്രമിച്ചവരെ വെല്ലുവിളിക്കേണ്ടത് ഒരിക്കലും വാക്കുകൾ കൊണ്ടല്ല, മറിച്ച് നിങ്ങളുടെ വിജയം കൊണ്ടായിരിക്കണം. ക്ഷമ എപ്പോഴും ജീവിതത്തെ വിജയത്തിൽ എത്തിക്കുന്നു. മടി ജീവിതത്തെ ദാരിദ്ര്യത്തിൽ ആക്കുന്നു. അമിതമായ വികാരം മനുഷ്യനെ ഭ്രാന്തിൽ എത്തിക്കുന്നു. അമിതമായ ആഗ്രഹം മനുഷ്യനെ ദുഃഖത്തിലാക്കുന്നു. നിങ്ങൾക്ക് ശരിയെന്ന് ഉറപ്പുള്ള കാലത്തോളം നിങ്ങളുടെ തീരുമാനങ്ങളിൽ ഉറച്ച് മുന്നോട്ടു പോവുക. കാരണം മുന്നോട്ടുള്ള നിങ്ങളുടെ ജീവിതം നിങ്ങൾ തന്നെയാണ് ജീവിച്ചു തീർക്കേണ്ടത്. എപ്പോഴും ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ടാവുക, അതിനായി പരിശ്രമിക്കുക. മഹാദേവൻ്റെ അനുഗ്രഹം നിങ്ങളിൽ എപ്പോഴും ഉണ്ടാകുന്നതായിരിക്കും. ഓം നമഃ ശിവായ.